നിസ്കരിക്കുക, പിന്നെ ഖുർആൻ പാരായണവും. ഇതാണല്ലോ ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം നേരെ കിച്ചണിലേക്ക്. പുറത്ത് വെളിച്ചം, പക്ഷേ ഉള്ളിൽ അതെ, അത് പോസ്റ്റ് ലൈറ്റ് ആണ്. നേരം വെളുത്തു വരുന്നേ ഉള്ളൂ. നമുക്ക് പിന്നെ രാവിലെ എണീറ്റ ചായ ഇല്ലാതെ എന്ത് തുടക്കം. ഒരു ഗ്ലാസ്സിലേക്ക് മായം ചേർത്ത പാൽ ഒഴിക്കാം. അതായത് പകുതി വെള്ളം പകുതി പാൽ. ഈ അടുത്തായിട്ട് ഞാൻ ഫ്യൂജിന്റെ പാല് കൊണ്ടാണ് ചായ ഉണ്ടാക്കാറ്. നല്ല പാൽ. എനിക്കിത് റെക്കമെൻഡ് ചെയ്തത് നെല്ലിക്കുന്ന് പാർക്കർ ബേക്കറിയിലെ ആൾക്കാരാ. അങ്ങനെ ചായയും വെച്ച് കൂടെ ഒരു ഇലാച്ചി റസ്കും കൂടി മുക്കിയപ്പോൾ മോർണിംഗ് ഒന്ന് ഉഷാറായി. അപ്പൊ തന്നെ അടുത്ത ആളെത്തി. ചായ കിട്ടുമെന്ന് ചോദിച്ച്. അങ്ങനെ ചായയും കൊടുത്ത് മഴയും ആസ്വദിച്ച് നേരെ മേലോട്ട് കെട്ടിയെടുത്തു. എന്നെയല്ല, വാഷ് ചെയ്യാനുള്ള തുണികളെ. അവിടുന്ന് വീണ്ടും താഴത്തേക്ക്. ദോശമാവ് അരയ്ക്കാൻ വേണ്ടി കഴുകിയ വെള്ളം ഏതെങ്കിലും ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കലാണ് എൻ്റെ പതിവ്. ഇനി ദോശക്ക് മാവരച്ച് ദോശ ചുടണം. അതിനിടയിൽ കുട്ടികളെ വിളിക്കാൻ പോയി. ജന്ന ഓൾറെഡി നിസ്കരിച്ച് സെക്കൻഡ് ട്രിപ്പ് ഉറക്കത്തിലാണ്. അലാറം പോലും കേൾക്കുന്നില്ല. ജീനാന്റെ കാല് വേദന ഉള്ളതുകൊണ്ട് മോർണിംഗ് അത്ര ഗുഡ് മോർണിംഗ് ആയില്ല. പക്ഷെ ബാപ്പാന്റെ മസാജ് ഇത്തിരി കിട്ടിയപ്പോൾ കുറച്ച് ഓക്കെ ആയി. അങ്ങനെ കുട്ടികൾ ദോശക്കായി മേശപ്പുറത്ത് പ്ലേറ്റും വെച്ച് കാത്തിരിപ്പായി. നല്ല സൂട് സൂട് ദോശ ചുട്ടെടുത്ത് കൊടുത്തു. ദോശയും കറിയും കൂട്ടി അവരെ കാര്യം കഴിഞ്ഞു. എന്നാൽ ഞാൻ ജന്മം നൽകാത്ത എൻ്റെ മൂത്ത കുട്ടിക്ക് കറി വേണ്ട. ദോശയിലേക്ക് നെയ്യും പഞ്ചസാരയും ചേർത്താൽ മതി. അങ്ങനെ ദോശ മടക്കി ചൂടോടെ പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുത്തു. ഫോണില്ലാതെ കുട്ടിക്ക് ഫുഡ് ഇറങ്ങില്ല എന്ന അവസ്ഥയാ. ഇതാണ് അമൂർത്ത കുട്ടി. എല്ലാവരും ചൂട് ചൂട് ദോശ ഇട്ട് കഴിച്ചപ്പോൾ എനിക്ക് മടിയായി. 2 ദോശയുടെ മാവ് ഒന്നിച്ചാക്കി ഞാനും കഴിക്കാനിരുന്നു. ഒരു മനുഷ്യൻ്റെ 24 മണിക്കൂർ എങ്ങനെ നല്ലതുപോലെ ഉപയോഗിക്കാമെന്നതാണ് ഇനി പറയാൻ പോകുന്നത്. പഠിപ്പിക്കാനുള്ള ബുക്കും കൊണ്ടുവന്നിരുന്നാൽ തിന്നലും പഠിപ്പും ഒന്നിച്ചാക്കാം. എന്നാൽ പിന്നെ സമയം ലാഭിക്കാലോ അല്ലേ? അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ സ്കൂളിലേക്ക് സ്നാക്സ് ബ്രെഡും ഓംലെറ്റും മതി എന്നായി. എന്നാൽ പിന്നെ അതിലേക്ക് ഇത്തിരി ക്യാബേജും കൂടി ചേർക്കാമെന്നായി ഞാൻ. വെജിറ്റബിൾസ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതല്ലേ പറ്റുള്ളൂ. ആദ്യം പാനിലേക്ക് എണ്ണ തടവി പകുതി ഓംലെറ്റ് മിക്സ് ഇടാം. പിന്നെ മേലെ ബ്രെഡ് വെച്ച് ബാക്കിയുള്ള ഓംലെറ്റ് മിക്സ് മേലെ വെച്ച് സ്പ്രെഡ് ചെയ്യാം. പിന്നെ അങ്ങേത് തിരിക്കുക മറിക്കുക വേവിച്ചെടുക്കാം. വിളമ്പാം സ്നാക്സ് ബോക്സിലേക്ക്. ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ സ്കൂളിലേക്ക് പോകാൻ സമയമായി. ബാപ്പ നാട്ടിലുള്ളതുകൊണ്ട് ഈ ഒരു പണി തൽക്കാലം കുറഞ്ഞു കിട്ടി. ഇല്ലെങ്കിൽ അവരെ കൊണ്ട് പോകേണ്ട പണിയും കൂടി ഉണ്ടായിരുന്നു. രാവിലെ ബെഡിൽ നിറങ്ങിയ ഞാൻ പിന്നെ അത് സെറ്റാക്കുന്നത് 10 മണിക്കാണ്. അങ്ങനെ ഓരോരോ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയാണ്. അടിക്കലും തുടക്കലും ഒക്കെ ഇന്നലെ കഴിഞ്ഞതുകൊണ്ട് ആ പണിക്ക് ഇന്ന് പോകുന്നില്ല. വാഷിംഗ് ഡ്യൂട്ടിയാണ് മെയിൻ. അതാണ് ഒരു അന്ത്യമില്ലാത്ത പണിയും. അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തും ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തുമായി 2 ബക്കറ്റിന് പകരം വാഷിംഗ് മെഷീൻ തന്നെ ഫുൾ സർവീസിന് യൂസ് ചെയ്യും. അലക്കലും ഉണക്കലും കഴിഞ്ഞപ്പോൾ വല്ലാത്ത സമാധാനം. എന്തോ കരിഞ്ഞ മണം മൂക്കിലേക്ക് അടിച്ചു. താഴോട്ട് പോയപ്പോൾ പാല് തിളച്ച് മറിഞ്ഞ് മണത്തതാ. മൂത്ത കുട്ടിയെ ഏൽപ്പിച്ച് പോയതാ തിളച്ചാൽ ഓഫ് ചെയ്യാൻ. ഫോൺ നോക്കി എനിക്ക് പണി തന്നു. അങ്ങനെ അതും തുടച്ച് ചോറിന് അരിയും അടുപ്പത്ത് വെച്ച് വേസ്റ്റ് കളയാൻ പോയി. മാവും പ്ലാവും പേരക്കയും ഒക്കെ ഒരു കുടക്കീഴിൽ കഴിയുകയാണിവിടെ. അപ്പം പിന്നെ അതിന് ഫുഡ് കൊടുക്കണ്ടേ. അങ്ങനെ ഒരു വിസിൽ വന്ന ചോറിൻ്റെ കുക്കർ ഗ്യാസ് ഓഫ് ചെയ്ത് ഞങ്ങൾ നേരെ മീൻ വാങ്ങാൻ പോയി. നല്ല ഫ്രഷ് അയല. മീൻ വാങ്ങാൻ ഞങ്ങൾ നായ്മാറമുലയിലാണ് പോയത്. മുറിച്ച് ക്ലീൻ ചെയ്ത് തന്നെ കിട്ടി. വന്നയുടനെ ഒരു അയല കൊണ്ട് തേങ്ങാക്കറിക്ക് അരച്ചെടുത്തു. ചോറിനെ വാർഡിൽ നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കുക്കറിൽ നിന്ന് മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി തക്കാളിയും പുളിയും പോരാത്തതിന് അമ്പഴങ്ങ കൂടി ചേർത്താണ് വെക്കുന്നത്. തലകുത്തി മറിഞ്ഞു നിൽക്കുന്ന ചോറിന്റെ മൺചട്ടിയിൽ നിന്നും കഞ്ഞിവെള്ളം ഇറ്റി വീഴുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള അയല കൊണ്ട് മുളകിൽ വറ്റിച്ചതും കൂടി ആക്കിയപ്പോൾ സമാധാനം. അതിനെ വെളിച്ചെണ്ണയിലേക്ക് അല്പം ഉലുവയും കുറച്ചധികം വെളുത്തുള്ളി ചതച്ചതും അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് താളിച്ച് ഒഴിച്ചപ്പോഴാണത് സെറ്റായി വന്നത്. ആ തിളച്ച് പൊങ്ങണ കറിയിൽ നിന്നുള്ള മണമുണ്ടല്ലോ. ഇനി അവസാനമായ ഒരു ഐറ്റം കൂടി, ക്യാബേജ് തോരൻ. അതും കൂടി റെഡിയായ പെട്ടെന്ന് അങ്ങ് കഴിക്കാമെന്നായി. അപ്പോഴേക്കും സമയം 2:30 കഴിഞ്ഞു. അങ്ങനെ എല്ലാം മേശപ്പുറത്ത് നേരെ കൊണ്ടുപോയി വെച്ച് ചോറും വിളമ്പി തുടങ്ങി. കൂടെ ഒരു മോരും അച്ചാറുമുണ്ട്.
ഈ അമ്പഴങ്ങ നല്ല സോഫ്റ്റായി വെന്ത് വന്നത് കൊണ്ട് തന്നെ പുളി കറിയിലേക്ക് നന്നായി കയറിയിട്ടുണ്ടെന്നായി. എല്ലാം കഴിഞ്ഞ് ഐസ്ക്രീമും കഴിച്ച് മൂപ്പര് ചായയും കൂടി വെച്ച് കൊടുത്ത് ഒറ്റ ഓട്ടമാണ്. ബെഡ് കാണുമ്പോൾ ഒന്ന് കിടക്കാമെന്നായി. പക്ഷേ വർക്ക് പെൻഡിങ് കൊണ്ട്, അത് തീർക്കണം. പിന്നെ അസർബാങ്ക് കൊടുത്തു. നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടികളും എത്തി. മീൻചാറുണ്ടെന്നറിഞ്ഞ ജിനു പെട്ടെന്ന് ഫ്രഷായിരുന്നു. കറിയും ഇഷ്ടപ്പെട്ടു. ചായക്ക് പകരം ഐസ്ക്രീം മതി എന്നായി. എന്നാലും നമുക്കൊരു ചായ അത് നിർബന്ധം. പിന്നെ കുട്ടികൾ മദ്രസയിലേക്ക് പോയി. എനിക്ക് ക്ലാസ്സും തുടങ്ങി. മഗ്‌രിബ് കഴിഞ്ഞ് ഓത്തും കഴിഞ്ഞ് കുട്ടികളെ കൂട്ടാൻ ബാപ്പ പോയി. ഞാൻ ഇരുട്ടത്തായി. കറണ്ട് പോയത് വന്നേയില്ല. പിന്നെ ഇരുട്ടത്തിരുന്ന് രാത്രിക്കുള്ള അത്താഴം കൂടി ആയപ്പോൾ കിച്ചൺ ക്ലോസ് ആക്കി. നല്ലൊരു ഉറക്കം ഭാവാമല്ലേ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്.